ഒരു റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ഒരു ഓൺട്രപ്രണറായിട്ട് വരുന്നത്. ഈ റിസ്ക് എടുക്കാൻ തന്നെ ഈ എലമെൻസിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. ഈ റിസ്ക് എടുത്തതിന് ശേഷം ആക്ച്വലി അവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ ഓൺട്രപ്രണറിയൽ സ്കിൽസും റൂൾസും എല്ലാം ഉണ്ട്. ഇതൊന്നും പലരും പഠിക്കാറില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ വിജയിച്ചിട്ടുള്ള മിക്ക ഓൺട്രപ്രണേഴ്സും എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ക് എന്ന് പറയാമോ എന്നറിയില്ല, റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ്സിൽ റൈറ്റ് പീപ്പിൾ വന്നുകൊണ്ട് മാത്രം വിജയിച്ചവരാ മിക്ക ആളുകളും. ഒരു 80% ആളുകളെയും കണ്ടിട്ടുള്ളത്. അവരെല്ലാം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഈ ജംഗ്ഷനിലൊക്കെ ഉണ്ടായിരുന്ന തുണിക്കടകളും പാത്രക്കടകളും ഇവരെല്ലാം ഏതാണ്ട് പൂട്ടി തുടങ്ങി. കാരണം അവർക്ക് പുതിയ സ്ട്രാറ്റജി ഇല്ല, പുതിയ സ്ട്രക്ചർ ഇല്ല, പുതിയ രീതികൾ അറിയില്ല. അവർക്ക് പുതിയ ജനറേഷന് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിക്കൊക്കെ ആക്ച്വലി നമുക്ക് ഈ ഓൺട്രപ്രണർഷിപ്പ് സ്കിൽസ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പീക്ക് പെർഫോമൻസിലേക്ക് അവരെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങളടക്കം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനതാണ് ഈ ആൻട്രപ്രണർഷിപ്പ് 2.0 എന്ന് ഒരു കോൺസെപ്റ്റായിട്ട് തന്നെ ഞാൻ രഞ്ജിത്തായിട്ട് ഒന്ന് രണ്ട് ഷെയർ ചെയ്തതിൻ്റെ കാര്യം അതാണ്. കാരണം നമ്മൾ കൂടുതൽ മനസ്സിലാക്കും തോറും നമുക്ക് വളരെ വ്യക്തതയോടുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ എലമെൻസും കൂടെ കറക്റ്റ് ചെയ്യാതെ, ഇപ്പം പല ആൾക്കാരുടെയും സ്റ്റോറികൾ എടുത്തു നോക്കുമ്പോൾ ഈ റൈറ്റ് ടൈം റൈറ്റ് ബിസിനസ്, ശരിയായ ആൾക്കാർ അവരോടൊപ്പം വരുന്നു, നമ്മളതിനെ ലെക്കുന്നോ കോയിൻസിഡൻസ് എന്നോ പറയുന്നു. പക്ഷേ അവരുടെ ബ്രെയിനിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള ശരിയായ ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കാനും തീരുമാനം എടുക്കാനും ശരിയായ ആൾക്കാരെ കണ്ടെത്താനും ശരിയായ ആൾക്കാർ വന്നപ്പോൾ അവരെ ശരിയായിട്ട് പൊസിഷൻ ചെയ്യാനും ഒക്കെ ഉള്ള എന്തോ ഒരു എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു ന്യൂറോ കെമിക്കൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓരോന്നിനും എനിക്ക് പോർട്രേ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. പാസറ്റൈൽ കൊലൈൻ, നോറെപ്പിനെഫ്രിൻ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷനാണ് ഈ കാണുന്നതല്ല. ഇപ്പോൾ നമ്മളൊരു കപ്പ് ചായ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് ഈ ചായ എടുത്ത് കുടിക്കണമെങ്കിൽ 3 ന്യൂറോ കെമിക്കൽ വളരെ ക്ലിയർ ആയിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന്, ഇത് ചായയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇത് കുടിക്കാൻ പറ്റുന്നതാണെന്നും ഇത് ചായയാണെന്നും മനസ്സിലാക്കണം. കുടിക്കാൻ പറ്റുന്നതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ കൊണ്ടുവച്ച ആളെ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്കറിയത്തില്ല ഇവിടെ ഒരാൾ കൊണ്ട് ചായ കൊണ്ട് വെച്ച് ഇവൻ എന്താ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. 2, അത് കുടിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. ഓക്കെ. 3, അത് കുടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മോട്ടോർ ആക്ടിവിറ്റി ഉണ്ട്, അതായത് എൻ്റെ കൈ അവിടെ മൂവ് ചെയ്ത് അതുകൊണ്ടൊന്ന് എൻ്റെ ലിപ്പിൽ എത്തിക്കണം. ഇതിന് 3നും റെസ്പോൺസിബിൾ ആയിട്ടുള്ള 3 ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കുറവാണെന്നുണ്ടെങ്കിൽ ചായ എവിടെ ഇരിക്കും, ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഇതിനെ ചില ആൾക്കാർ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും, പലതരത്തിലുള്ള ബ്രെയിൻ ഡീജനറേഷൻ എന്ന് പറയും. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങും. ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്നിരിക്കും, ദേ ആർ കൺഫ്യൂസ്ഡ്. അവർക്കറിയത്തില്ല ഇത് എടുത്താൽ പ്രശ്നമാവോ എടുത്തില്ലെങ്കിൽ പ്രശ്നമാവോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ വേണം. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട്. 1, വിഷൻ ഉണ്ടാവണം. എന്തിനു വേണ്ടി ഞാൻ ഈ പരിപാടിക്ക് പോകുന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിഷൻ എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ഓൺട്രപ്രണേഴ്സും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് വിഷൻ. ഈ വിഷൻ എന്ന് പറയുന്ന സാധനം എന്തോ ട്രെയിനർമാരുണ്ടാക്കി വെച്ചൊരു സാധനമായിട്ടാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു എന്നറിയാതെ ഒരു യാത്ര തുടങ്ങുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പക്ഷെ അത് ആളുകൾ രഞ്ജിത്ത്, അത് ഈ രാവിലെ ഇത്തരം ആൾക്കാരോടൊരു ചോദ്യം ചോദിക്കണം കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇവരെന്താ ആദ്യം ചെയ്യാമെന്ന് ചോദിക്കുക. ചോദിച്ചാൽ മതി അവരോട് എന്താ ആദ്യം ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കുക. ടോയ്ലറ്റിൽ പോകുമെന്ന് പറയും. എങ്ങനെയാണോ പോയത്? ടോയ്ലറ്റ് ഇങ്ങോട്ട് വന്നതാണോ, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയതാണോ? അല്ല, നമുക്കറിയാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയതാണ്. എങ്ങനെയാണ് പോയ പ്രോസസ്സ് എന്ന് പറയാമോ? എനിക്കൊന്ന് പ്രോഗ്രാം ചെയ്യാനാണ് പ്രോസസ്സ്. ടോയ്ലറ്റിൽ പോകണം തീരുമാനിച്ചു, പോയി. ടോയ്ലറ്റിൽ പോകണം തീരുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതല്ല, കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ല ടോയ്ലറ്റിൽ പോയത്. ഇനി എപ്പം ടോയ്ലറ്റിൽ എത്തണം നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? ടോയ്ലറ്റിൽ പോകണം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വേണമെങ്കിൽ അവിടെ ഇരിക്കാമല്ലോ. ടോയ്ലറ്റ് പോകണം എന്ന് വെച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇപ്പം തന്നെ പോകണം നിങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, ഇനി എന്തിന് പോകണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ആൻസറും ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെ പോയാൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയിരിക്കും. അപ്പോൾ ബേസിക്കലി അത് എന്തുകൊണ്ടാണ് ഇപ്പം ഞാനീ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് നോക്കിയാൽ വേർ ടു റീച്ച്, വെൻ ടു റീച്ച്, വൈ ടു റീച്ച്, ഈ 3 കാര്യങ്ങൾ ബ്രെയിനിന് ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ ബ്രെയിൻ മൂവ് ചെയ്യത്തുള്ളൂ. ഹൗ ടു റീച്ച് പിന്നുള്ള കാര്യമാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമേ. പക്ഷേ ഈ 3 ആൻസർ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് ആ ചെയറിലേക്ക് മാറിയിരിക്കണമെങ്കിൽ പോലും എനിക്കറിയണം ആ ചെയറിലേക്ക് മാറിയിരിക്കണം, എപ്പം മാറിയിരിക്കണം, എന്തിനു മാറിയിരിക്കണം.
ഇത് നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിൽ ഇതിന് ഈ 3 കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീരും. അതിനാണ് നമ്മൾ ഈ വിഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഒരു വിഷൻ സെറ്റിംഗ് എക്സസൈസിൽ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഉള്ളിലുള്ള ആ തോട്ട്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത്, അതാണല്ലോ ഇപ്പം ബേസിക്കലി ഒരു കോച്ചെന്നോ അല്ലെങ്കിൽ ഒരു ട്രെയിനർ, ബേസിക്കലി ഒരു കോച്ചെന്ന് പറഞ്ഞാൽ കോച്ച് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സാധനത്തിനെ ഒന്ന് ഷൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പല ആൾക്കാർക്കും ഉണ്ട്, പക്ഷെ വ്യക്തതയില്ല. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള അറിയില്ല. എന്തൊക്കെയെങ്കിലും ആവണം, എനിക്കും എന്തെങ്കിലും ആവണം, നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാവണം, ഇതൊക്കെയാണല്ലോ പലരും വരുമ്പോൾ ആദ്യം പറയുന്നത്. ശരിക്കും വിഷൻ സെറ്റിംഗ് എക്സസൈസ് തന്നെ ഒരു 250-ൽ കൂടുതൽ എക്സസൈസ് നമ്മൾ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ശരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ എന്തായിരുന്നു, അവരുടെ കോർ വാല്യൂസ് എന്തായിരുന്നു, എവിടേക്കാണ് എക്സാക്ട്ലി എത്തേണ്ടത്. ഇത് എവിടേക്കാണ് എത്തേണ്ടതെന്ന് ബോധ്യം ഇവർക്കില്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാരും പാനിക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റാഫ് അട്രീഷനൊക്കെ ഉണ്ടാവുന്നത്. എനിക്കൊന്ന് നമ്മൾ ബ്രഹ്മയെ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ, അതായത് ഈ വിഷനും വാല്യൂസും ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പല ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ വാല്യൂസ് ഒരു വശത്തും വിഷൻ വേറൊരു വശത്തും വരും. അപ്പം എനിക്ക് മഹാത്മാഗാന്ധിയെ പോലെ വേണം വാല്യൂസ്. അപ്പോൾ ഇത് അവിടെയാണല്ലോ ഒരു കോച്ചിൻ്റെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഈ വാല്യൂസിലൊന്നും സാധാരണക്കാർ അധികം ഫോക്കസ് കൊടുക്കില്ല. കാരണം ഈ വാല്യൂം പിടിച്ചിരുന്ന കച്ചവടം നടക്കില്ല, അല്ലെങ്കിൽ പൈസ വരില്ല എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട്. കാരണം ഇതൊക്കെ വളരെ ഷോർട്ട് ടേമിലാണ് കാണുന്നത്. ഇന്നൊരു കച്ചവടം നടത്തുന്നു, നാളെ കാശ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് തന്നെ കാശ് മേടിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് പല ആൾക്കാരും വന്നിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CBL ആണെങ്കിലും ഒക്കെ ഈ വാല്യൂ എന്ന് പറയുമ്പം പല ആൾക്കാരുടെ മനസ്സിൽ വരുന്നതെന്ന് പറയുന്നത് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, സിൻസിയറിറ്റി, ലോയൽറ്റി, കുറേ TYയിൽ അവസാനിക്കുന്ന ഒരു വാക്ക് മാത്രമേ വരുന്നുള്ളൂ. അത് തന്നെ ആവണമെന്നില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് അവൻ്റെ വാല്യൂ തന്നെ മണി ആയിരിക്കും. അത് തെറ്റൊന്നുമില്ല. as long as he is doing it in the right way. അപ്പം അത് നമ്മളിപ്പോൾ CBL പോലുള്ള പ്രോഗ്രാമുകൾക്ക് വന്നിരിക്കുമ്പോഴായിരിക്കും മനസ്സിലാവും, അത് ശരി ഇങ്ങനൊരു വാല്യൂ കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് വരുന്നുണ്ടാവും. അല്ല, എപ്പോഴും ഈ റിലയൻസും ടാറ്റയും തമ്മിലുള്ള വ്യത്യാസം നമ്മളെപ്പോഴും പറയാറുണ്ട്. റിലയൻസ് എപ്പോഴും ആക്ച്വലി അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കുറച്ചുകൂടി വേറൊരു വാല്യൂ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് സക്സസ്സുകൾ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെ ശരിക്കും ബിൽഡ് ചെയ്ത് വന്നതാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ന ആൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് ആബ്സല്യൂട്ട്ലി ഇവരെല്ലാം ഈ ലേണിംഗ് പാത്തിലൂടെ വന്നിട്ട് തന്നെയാണ് ആക്ച്വലി വിജയിച്ചിട്ടുള്ളത്. ഈവൻ നമ്മളിപ്പോൾ പറയുന്ന ചില ആൾക്കാർ പറയും, ഇവരൊക്കെ എന്ന് പറഞ്ഞ് ചില ആൾക്കാരെ കുറിച്ച് പറയില്ല, അവരൊക്കെ എന്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് എത്രയും വലിയ വിജയിച്ചത്. പക്ഷേ അവരുടെയൊക്കെ അടുത്ത നെക്സ്റ്റ് ലെയറിലുള്ള മാനേജേഴ്സോ അല്ലെങ്കിൽ GMസോ CEOസോ ഒക്കെ അവർ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്. വെൽ ട്രെയിൻഡ് കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയല്ലേ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ അറിയാമല്ലോ, നമ്മൾ എൻ്റയർ ബോർഡിന് ഞാൻ TPR കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ ഓണർ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ചിലപ്പം ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. പക്ഷേ ആൾക്കറിയാം ട്രെയിനിങ്ങിൻ്റെ വാല്യൂ അറിയാവുന്നതാണല്ലോ എൻ്റയർ ബോർഡിനെ ട്രെയിനിങ്. എക്സാക്ട്ലി. ബ്രഹ്മയിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3000-ൽ പരം ഓർഗനൈസേഷൻസിനെ നമ്മൾ ബിസിനസ് റീ എഞ്ചിനീയറിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് ആണെങ്കിൽ ശരിക്കും ലാക്സ് ആൻഡ് ലാക്സ് ആൾക്കാരെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇതിൻ്റെ അടുത്തൊരു പ്ലാനിങ് 2025 ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഓൺട്രപ്രണേഴ്സിനെ അടുത്ത ലെവലിലേക്ക് ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം ഡെഫിനറ്റ്ലി അവർക്ക് സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം, സ്ട്രാറ്റജീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മേ ബി അവരുടെ തോട്ട് പ്രോസസ്സിലടക്കം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പലപ്പോഴും അതാണല്ലോ എനിക്കിവിടെ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പറ്റൂ, എനിക്ക് ഇത്രേ പറ്റൂ എന്നുള്ളൊരു ധാരണ കാരണമാണ് പല ആൾക്കാരും ഒതുങ്ങിപ്പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് കൂടി ഇവരെ കൊണ്ടുപോകാനായിട്ടുള്ള ഇതുമായിട്ട് ഇപ്പം നമ്മൾ സംസാരിച്ച് ഈ വിഷയമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് രഞ്ജിത്തിനറിയില്ല. നമ്മളെപ്പോഴും പല ആൾക്കാരും നമ്മളെക്കുറിച്ച് പറയാറുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 വർഷം എഹെഡ് ആണെന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പം 2016 അത് പറഞ്ഞു, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സാറിന് എല്ലാവരും മോട്ടിവേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്കെയിലിലേക്ക് വന്നു. കേരളത്തിന് എനിക്ക് തോന്നുന്നത് ഒരു ഓർഗനൈസ്ഡ് വേയിൽ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ബ്രഹ്മയാണ്. അബ്സല്യൂട്ട്ലി. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അടുത്ത ഇതിനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൻട്രപ്രന്യൂഴ്സിനെ ഒക്കെ തന്നെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കുക. എന്തെങ്കിലും അഡീഷണൽ വാല്യൂ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതാണല്ലോ നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് ബ്രഹ്മയുടെ ലെവലിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബേസിനെ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഇറ്റ്സ് ടൈം ഫോർ ആൻ ആൻട്രപ്രന്യൂർ 2.0. യെസ്. ഈ ആൻട്രപ്രന്യൂർ 2.0 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് നമുക്ക് അറിയാം വിഷൻ, എക്സ്പെർട്ടൈസ്
ഇപ്പോൾ CBL ആണെന്നുണ്ടെങ്കിലും ഒരു പ്യുവർ സ്കിൽ ഒരു ആൻറ്റർപ്രണിയർക്ക് വേണ്ടുന്ന എല്ലാ സ്കില്ലുകളും നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ്റെ വിഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ്ങിലൂടെ അവരുടെ ബിസിനസ്സിനെ നമ്മൾ റീ എഞ്ചിനീയർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ശരിയാക്കുന്നുണ്ട്, സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്. നൗ വി നീഡ് ടു മേക്ക് ദ ആൻറ്റർപ്രന്യൂവർ റിയലി ഫങ്ഷൻ അറ്റ് ദ പീക്ക് ലെവൽ. അത് വളരെ ക്രിട്ടിക്കലാണ്. അത് പണ്ട് ഞാൻ നേരത്തെ 10 വർഷം മുമ്പ് തിയറിറ്റിക്കലായിട്ട് നമുക്കത് പറയാമായിരുന്നു. ഒരു 15 വർഷം മുമ്പാണെങ്കിൽ മൈൻഡ് പവർ ടെക്നിക്സ് ഒക്കെ ആയിരുന്നു ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ TPR വന്നതോടുകൂടി ന്യൂറോ സയൻസിൻ്റെ ആസ്പെക്റ്റുകളിലേക്ക് നമ്മളും അതിനുശേഷം വേറെ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നൗ വി ഹാവ് മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തി സയൻസ്. അപ്പോൾ സയൻസിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യണം, ബ്രഹ്മയ്ക്ക് യാത്ര ചെയ്യണം, അതേപോലെ തന്നെ നമ്മളുടെ ക്ലയൻസിനും യാത്ര ചെയ്യാൻ പറ്റണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്. ഇവിടെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ ആൻറ്റർപ്രന്യൂർ, ഒരു കംപ്ലീറ്റ് ആൻറ്റർപ്രന്യൂർ, ഒരു അൾട്രാപ്രന്യൂർ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ നമ്മളുടെ ഈ ആൻറ്റർപ്രന്യൂർ കമ്മ്യൂണിറ്റിയെ മാറ്റാനുള്ള കംപ്ലീറ്റ് നോഹോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് റൈറ്റ് ഫ്രം ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മുതൽ ട്രെയിനിങ് അതുപോലുള്ള എല്ലാ കാര്യങ്ങൾ, സ്കിൽ ഡെവലപ്മെൻറ്റ്, വിഷൻ ബിൽഡിംഗ്, ഇപ്പോൾ നമ്മളുടെ വി റൂട്ട്സിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനോട് വന്നതോടുകൂടി പീക്ക് പെർഫോമൻസ്, ലോഞ്ചിവിറ്റി. കാരണം ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വെൽത്ത് ഉണ്ടാക്കി ഒരു 60 വയസ്സായി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 50 വയസ്സാകുമ്പോൾ തന്നെ ഓരോ അസുഖങ്ങൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ എനർജി ട്രെയിൻഡ് ആവും, പെർഫോമൻസ് അഫക്റ്റഡ് ആവും, തീരുമാനങ്ങൾ തെറ്റും. സോ അയാളെ ഹെൽത്തി ആയിട്ട് ലോങ്കർ പീരീഡ് ഓഫ് ടൈം അയാൾക്ക് ജീവിക്കാൻ സാധിക്കുക, ശരിയായ ഡിസിഷൻസ് അയാൾക്ക് എടുക്കാൻ പറ്റുക, പുതിയ ഒരു വിഷൻ എപ്പോഴും അവർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുക. ഈവൻ ഹീ ഷുഡ് ബി ഏബിൾ ടു റീസ്റ്റാർട്ട് ഹിസ് ലൈഫ്. അയാളുടെ ലൈഫിനെ എപ്പോൾ വേണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മനസ്സിലുള്ളൊരു ഫീൽ അതായിരുന്നു. കാരണം 55 or 60 ഒക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ പലരും റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ഉണ്ടായൊരു സംഭവം, ഈ ജാപ്പനീസിൽ റിട്ടയർമെൻറ്റിന് തത്തുല്യമായിട്ടുള്ള പദം ഇല്ലാത്രേ. അങ്ങനെ വാക്കയില്ല. കാരണം അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നമ്മളാണെങ്കിൽ റിട്ടയർമെന്റ് ഏറ്റവും ആദ്യം ഉള്ളത്. അപ്പം ഇത് അപ്പോൾ ഈ റിട്ടയർമെന്റ് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആണ്. കാരണം പുതിയ ജനറേഷൻ ഇത് കൊടുക്കാൻ പറ്റുമോ, സക്സഷൻ പ്ലാനിങ്ങിലൊക്കെ വലിയ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ശരിക്കും ഈ ഓൺട്രപ്രണർ 2.0 എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം അവർക്ക് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഒരു രഞ്ജിത്ത്, അതിനകത്തൊരു ക്രിട്ടിക്കൽ ഫാക്ടർ. ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാൻ ആ ബിസിനസ് ബിൽഡ് ചെയ്തിട്ട് എനിക്കൊരു 50 വയസ്സൊക്കെ ആകുമ്പോൾ ഒന്ന് മാറി നിന്നിട്ട് എൻ്റെ മകൻ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ മകൻ്റെ മുമ്പിൽ വേറെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. അവരിത് ഏറ്റെടുക്കേണ്ട നിയമമൊന്നുമില്ല, അവരിതെടുക്കേണ്ട നിയമമൊന്നുമില്ല. ഇപ്പം ജപ്പാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് എന്നുള്ള വാക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ അതിനോടൊപ്പം അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇക്കിഗായി കോൺസെപ്റ്റ് നോക്കിയാൽ ദേ ലവ് വാട്ട് ദേ ഡു. അവർക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ടെത്തി അതിൽ സന്തോഷിച്ച് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ 60 വയസ്സിലും 70 വയസ്സിലും ഒരാൾക്ക് റിട്ടയർ ആവണ്ടെന്ന് പറയും. ഏറ്റവും സന്തോഷകരമായ പ്രവൃത്തി നമുക്ക് ജീവിതം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തിനും കോൺസെപ്റ്റ് തന്നെ നേരെ തിരിച്ച്. ആക്ച്വലി നമുക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയിലേക്ക് ആയിരിക്കും ആദ്യം പാരൻസ് തന്നെ തള്ളിവിടുന്നത് മിക്കവാറും. ഇപ്പോഴത്തെ പാരൻസൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത കോഴ്സുകളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. ഓട്ടോമാറ്റിക്കലി ഇഷ്ടമില്ലാത്ത പഠിക്കേണ്ടി വരുന്നു, ഇഷ്ടമില്ലാത്ത ജോബിൽ പ്രവേശിക്കേണ്ടി വരുന്നു. കേരളത്തിൽ സെയിൽസിലൊക്കെ ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഈ സെയിൽസിലേക്ക് വരുന്നവരെല്ലാം വേറെ ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ട് സെയിൽസിലേക്ക് വരുന്നവരാണ് കൂടുതലും. അപ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യാത്തൊരു കാര്യത്തിൽ അവർക്ക് പെർഫോം ചെയ്യാനും പറ്റില്ല. അൾട്ടിമേറ്റ്ലി നല്ല സെയിൽസ്മാൻ ആവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഒക്കെ ആക്ച്വലി നമുക്ക് ഇതുവഴി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആൾക്കാരുടെ അവരുടെ ട്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ട്രാക്കിൽ അവർക്ക് പീക്ക് പെർഫോമൻസ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ശരിക്കും പ്രാവർത്തികമാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഞാനെപ്പോഴും എല്ലാ ആൾക്കാരെയും ഇൻസ്പയർ ചെയ്യാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും നമ്മൾ വിഷനെക്കുറിച്ചും ഡ്രീമിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അലോങ് വിത്ത് ദാറ്റ് നിങ്ങളുടെ 100ാമത്തെ വയസ്സ്, 100ാമത്തെ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ എങ്ങനെയായിരിക്കണം, അവിടെ ആരൊക്കെ ഉണ്ടാവണം, അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവണം. രാവിലെ ഒരു 5 കിലോമീറ്റർ ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിങ്ങളുടെ 100ാമത്തെ വർഷത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നത്. അവിടുത്തെ ആ സന്തോഷകരമായ എൻവയോൺമെൻറ്റ് ഇത് മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്കൊന്ന് റീവർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പാത്ത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് ചോദിച്ചാൽ 100 വയസ്സോ അവിടം വരെയൊക്കെ എത്തുമോ എന്നുള്ളൊരു പ്രശ്നമാണ് പലരുടെയും ധാരണ വരുന്നത്. അവിടെ നിൽക്കട്ടെ, അത്
ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലൊരാൾ വന്ന സമയത്ത്, നമ്മുടെ റിലേറ്റീവ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 70-ാം വാർഷികമാണ്, പിറ്റേ ദിവസം 70-ാം ജന്മദിനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമ്മുടെ 100th ബർത്ത്ഡേയുടെ പ്ലാൻ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 100ാമത്തെ ജന്മദിനത്തിന് എന്താ പ്ലാൻ? ജീവിച്ചിരുന്നിട്ട് വേണ്ട. ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ചാണോ പറയുന്നത്? അല്ലല്ല, ഞാൻ ജീവിച്ചിരിക്കും, ആളെക്കുറിച്ച് തന്നെ പറയാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് പോകുക നിങ്ങൾ എന്നത്തേക്കാണ്, അപ്പോൾ മരണം എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു. അല്ല അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറഞ്ഞു ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞാൽ മരിച്ചു എന്നല്ലേ അർത്ഥം. മനുഷ്യന് ആലോചിക്കുന്ന പോലെ എന്താവും പറയുന്നതെന്നുള്ളത്. സത്യത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല നീ ഇത്ര നാളെ ജീവിക്കാൻ പാടുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. പല ആൾക്കാരും ഒരു ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇനി അധികം നാളത് ഉണ്ടാവില്ല. പിന്നെ ആരോ പറഞ്ഞ പോലെ ഈ തഥാസ്തു എന്ന് പറയുന്ന പോലെ എന്നാൽ പിന്നെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന പോലെ ആയിപ്പോവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഒരു ആൻറ്റർപ്രന്യൂറിയൽ ലെവലിലാണെങ്കിൽ പോലും ഹൗ ഐ എം ഗോയിങ് ടു സെലിബ്രേറ്റ് മൈ 100th ബർത്ത്ഡേ ഫുൾ ഓഫ് ഹെൽത്ത്, ഫുൾ ഓഫ് വൈറ്റാലിറ്റി, സക്സസ്സും സെലിബ്രേഷനും. ഇത് മനസ്സിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്കിലേക്കൊന്ന് വർക്ക് ചെയ്താൽ നമ്മളീ പറഞ്ഞ ഒരു ആൻറ്റർപ്രന്യൂർ 2.0 നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതെ അതെ. അല്ല, ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ തന്നെ പെട്ടെന്ന് ഇപ്പോൾ വിഷ്വലൈസ് ചെയ്തു. 100ാമത്തെ ബർത്ത്ഡേ എങ്ങനെയായിരിക്കും, അടിപൊളിയാക്കണം, ഹിമാലയത്തിൽ വെച്ച് പൊളിച്ചാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്താലോ, അങ്ങനെ ഏറ്റവും ടോപ്പുള്ള ഒരു റിസോർട്ടിൽ വെച്ച് ചെയ്താലോ എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവില്ലേ? ആ ഒരു വിഷ്വൽ വന്നാൽ തന്നെ നമുക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആവുമെന്ന് എനിക്ക് ഡിഫറൻസ് ആണിത്. കാരണം ഇതിപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിഷനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെയൊക്കെ എവിടെയൊക്കെ പോയി ഉടക്കി നിൽക്കുകയാണ് ആൾക്കാർ. അത് ആ ഉടക്കി നിൽക്കൽ വരുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ലിമിറ്റിംഗ് ബിലീഫുകളും നമ്മളുടെ ഇപ്പോഴത്തെ റിസോഴ്സുകളെയും ബേസ് ചെയ്തിട്ടാണ്. ഇല്ലേ? അപ്പം നമ്മൾ തന്നെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. നമുക്കിപ്പോൾ ഉള്ളത് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എഴുതുന്നത് തന്നെ. അപ്പം ഒരാളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എവിടെ എത്തണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല. എക്സാക്ട്ലി. അപ്പോൾ റിസോഴ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് നമ്മൾ റിസോഴ്സ്ഫുൾ ആവുക എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് എത്താനും മാത്രമുള്ള റിസോഴ്സ്ഫുൾനെസ് എനിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ റിസോഴ്സ്ഫുൾനെസ് ആണ് ട്രെയിനിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും ഒരാൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരാളും റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് ഫെയിൽ ആയിട്ടില്ല, റിസോഴ്സ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം വേറെ ഒരു കാരണമില്ല അതിനകത്ത്. പലരും തിരിച്ചറിയുന്നില്ല. കാരണം റിസോഴ്സ് എത്തിച്ചേരുമല്ലോ, റിസോഴ്സൊക്കെ എത്തുകയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതല്ലേ, ഇപ്പം എനിക്കൊരു നല്ലൊരു കൺസൾട്ടിങ് ഫേം ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ടുകൾ കണക്റ്റഡ് ആവുന്നു, സംഭവിക്കുന്നു, വരികയാണ്. അത് വരുന്നു പറഞ്ഞാൽ അത് ഫിലോസഫിയുടെ അല്ല, സയൻറ്റിഫിക് ഗ്രൗണ്ടിൽ തന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളുണ്ട്. തിയറി ഓഫ് റെസൊണൻസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2025 മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻറ്റർപ്രന്യൂർ 2.0, ഒരു കംപ്ലീറ്റ് ആൻറ്റർപ്രന്യൂർ അല്ലെങ്കിൽ ഒരു അൾട്രാ ആൻറ്റർപ്രന്യൂർ അല്ലെങ്കിൽ അൾട്രാപ്രന്യൂർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതായത് എൻറ്റയർ എവറി പീസ് ഓഫ് ഹിസ് ലൈഫ് ഷുഡ് ബി സോ ഒപ്റ്റിമൈസ്ഡ്. അപ്പോൾ ബിസിനസ് ഒപ്റ്റിമൈസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു ബിസിനസ് ഡാഷ്ബോർഡ്, ഒരു പേഴ്സണൽ ലൈഫ് ഡാഷ്ബോർഡ്, ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് സിങ്ക് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അത് ഇത്ര കോൺഫിഡൻസിൽ ഞാൻ ഇന്ന് പറയുന്നത് അതിനുള്ള സയൻസും ടെക്നോളജി അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ്. ഇതൊരു വെറും ഒരു മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ വെരി സയന്റിഫിക് ഇന്നുണ്ട്, അതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. വേണമെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ബിസിനസിന്റെ ആസ്പെക്റ്റിലും ആളുകൾ ഇപ്പോൾ കൂടുതലും ഈ മോട്ടിവേഷനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആണ് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ടുള്ള ഡാഷ്ബോർഡുകൾ, കൃത്യമായ KPIs സെറ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായി റൂട്ട് മാപ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ പീക്ക് പെർഫോമൻസ് ഇൻ്റർവെൻഷനും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ഹോളിസ്റ്റിക് അപ്രോച്ചായി. അപ്പോൾ ശരിക്കും അടുത്തൊരു വേർഷൻ ഓൺട്രപ്രണറെ കൊണ്ടുവരാം. ജേർണി എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇന്നത്തെ ആൻറ്റർപ്രന്യൂവേഴ്സിൽ ഭൂരിഭാഗം ആൾക്കാർ അവരുടെ ജേർണി എൻജോയ് ചെയ്യുന്നില്ല. അവരെന്നോ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഉറക്കം ശരിയാവുന്നില്ല, ഡൈജഷൻ ശരിയല്ല, എന്നാലും നാളെ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ബേസിക്കലി ആർ യു റിയലി ഹാപ്പി? അതൊന്നും പറഞ്ഞിട്ടില്ല സാറേ. നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിങ്ങനെ അലച്ചിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് മാറണം, അത് മാറ്റാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഒപ്റ്റിമൈസ് എവറി എലമെൻറ്റ്. നിങ്ങളുടെ ഡൈജഷനെ ഒപ്റ്റിമൈസ് ചെയ്യാം, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാം, നിങ്ങളുടെ എനർജി ലെവൽസിനെ ഒപ്റ്റിമൈസ് ചെയ്യാം, നിങ്ങളുടെ റിസ്ക് പ്രൊപ്പൻസിറ്റിയെ ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മൾ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വേണമല്ലോ. നിങ്ങളുടെ ഇൻറ്റേർണൽ ഡയലോഗിനെ ഒപ്റ്റിമൈസ് ചെയ്യാം.
നമ്മളുടെ ഈവൻ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ ഇതുവരെ കരുതുന്നത് ജനറ്റിക്, ഇതൊക്കെ ജനറ്റിക് ആണെന്ന് പറയുന്നത് പോലും ജീനുകളെ മാറ്റാൻ പറ്റുന്ന വരില്ല, പക്ഷേ ആ ജീനുകളുടെ എക്സ്പ്രഷനെ നമുക്ക് വേണമെങ്കിൽ തടയാം. അതിനുള്ള സയൻസ് ഇന്ന് ആയിക്കഴിഞ്ഞു. ഈവൻ ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് സയൻറ്റിഫിക് ഇന്നും അത് പ്രൂവ്ഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അൽഷിമേഴ്സ് എന്നുള്ള ഡിസീസിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജീൻ എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ജീൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അതറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ജീൻ ഇപ്പോൾ ഉണ്ട്, അത് പക്ഷേ ഉണർന്നിട്ടില്ല, അത് ഓഫാണ്. അത് ഓൺ ആവുന്നതിനാണ് എക്സ്പ്രസ്ഡ് ആവുക എന്ന് പറയുന്നത്. എക്സ്പ്രസ്ഡ് ആകുമ്പോഴാണ് ഡിസീസ് ഉണ്ടാവുന്നത്. ഈ എക്സ്പ്രസ് ചെയ്യുന്നതിനെ അതിനെ ആ ജീനിനെ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്താൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഈ ട്രിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സയൻസ് ഇന്നുണ്ട്, ആ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സയൻസും ഇന്നുണ്ട്. അപ്പോൾ എനിക്ക് വരാൻ സാധ്യതയുള്ള ഡിസീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുക, അതിലേക്ക് ആ ഡിസീസുകളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ട്രിഗറുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക, ഈ ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദെൻ യു ആർ ഡൺ അല്ലേ. പിന്നെ നമുക്ക് ധൈര്യത്തോടുകൂടി ജീവിക്കാമല്ലോ. പല ആൾക്കാരും ഇതൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങളും വിഷനും ഒക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോഴും അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നാളെ അസുഖങ്ങളില്ലാത്ത, മരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ ബ്രയാൻ ജോൺസൺ എൻ്റെ പുതിയ സീരീസ് വന്നിരിക്കുന്നത് ഡോൺ ഡൈ എന്നാണ്. കുറച്ച് ഒരു അംബീഷ്യസ് ഗോളൊക്കെ ആയിരിക്കാം, പക്ഷേ സ്റ്റിൽ ഡെത്ത് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ജോസ് കഡിയാറോ എന്നുള്ള ജനറ്റിസിസ്റ്റ് എഴുതിയതാണ്. അപ്പോൾ ആൾ പറയുന്നത് ബൈ 2045 ഡെത്ത് വിൽ ബി ഓപ്ഷണൽ. ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ജനറ്റിസിസ്റ്റുകളും വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും 2040 ആകുമ്പോഴേക്കും വാനിഷ് ആവും. ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഇൻഡസ്ട്രി ഉണ്ട് ഇവിടെ, പക്ഷേ അതങ്ങനെയാണ്. പക്ഷേ ഇത് എല്ലാ ആൾക്കാർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അൺഫോർച്ചുനേറ്റ് പാർട്ട്, there will be some people who are informed, some people who are not going to be informed. അതിൽ ഇൻഫോംഡ് ആയിട്ടുള്ള കാറ്റഗറി അതിന് തത്തുല്യമായിട്ടുള്ള ആക്ഷനും എടുത്തു കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഈ ട്രാക്കിലേക്ക് കയറും. ലക്കലി ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വളരെ വേഗതയിൽ ഇൻഫർമേഷൻ വൈൽഡ് ഫയർ പോലെ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് കാറ്റഗറി ഓഫ് ആളുകളേ ഉള്ളൂ, ഇൻഫോംഡ് ആയിട്ടുള്ളവരും ഇൻഫോംഡ് അല്ലാത്തവരും. നമ്മൾ ഈ 2000 തന്നെ പറയുമല്ലോ, നൗ ഓൺവേഴ്സ് ദർ ആർ ഓൺലി 2 ഡിവൈഡ്, ഡിജിറ്റൽ ഡിവൈഡ്, യുനോ, ഡിജിറ്റലി അറിയാവുന്നവരും അറിയാത്തവരും, ഡിജിറ്റലി കണക്റ്റഡ്, അൺകണക്റ്റഡ്. ഇപ്പോഴും ഈ എഐയും മറ്റുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുണ്ട്. എത്ര സമയമായിരിക്കും അവർ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആക്ച്വലി അതൊരു യുനോ ഏതൊരു മനുഷ്യനും ഒരു മിഷനായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. വി ഹാവ് ടു ടെൽ പീപ്പിൾ ദാറ്റ് ബീയിങ് ഡയബറ്റിക് ഈസ് നോട്ട് നോർമൽ, ബീയിങ് ഹാവിങ് കൊളസ്ട്രോൾ ഈസ് നോട്ട്, ഇതൊങ്ങനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനൊന്നും ആവേണ്ട ആവശ്യമില്ല. ബ്ലഡ് പ്രഷർ ഉണ്ടാവേണ്ട ആവശ്യമില്ല. യുനോ, ഇത് നോർമൽ അല്ല, ഇറ്റ്സ് നോട്ട് നോർമൽ. ഇതൊരു ഒരു ഒരു വലിയൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ടണലിനകത്ത് കയറുന്ന അവസ്ഥയാണ് മനുഷ്യന്. അവന് ഏതെങ്കിലും ഒരു ഡിസീസ് വന്ന് പെടുന്നു, അതിന് മരുന്ന് കഴിക്കുന്നു, വേറൊരു ഡിസീസ് അവന് വരുന്നു, പിന്നെ വേറെ എന്തെങ്കിലും പോകുന്നു. ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീപ്പറായിട്ട് പോകുന്നില്ല, കാരണം അത് ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും, കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരോ, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്. ഈ ഇൻഫോംഡ് അല്ലാത്ത ആളുകൾക്ക് മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പുതിയ ഇൻഫർമേഷനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പുതിയതായിട്ടൊന്നും പഠിക്കാൻ താല്പര്യപ്പെടാതിരിക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും അവർ നോക്കാതിരിക്കുക അല്ലെങ്കിൽ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് അതിനെ, നല്ല ഇൻഫർമേഷൻ വന്നാലും അതിനെ തടുക്കുന്നൊരു പ്രവണത ചെറുതായിട്ട് തോന്നിയിട്ടില്ലേ? ഈ കൺവെൻഷണൽ വിസ്ഡം എന്ന് പറയുന്നതിനെ ഫോളോ ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ അവരല്ല ആക്ച്വലി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് കൺവെൻഷണൽ വിസ്ഡത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ്. കൺവെൻഷണൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം എന്ന് പറയുന്നവരാണ് കൺവെൻഷണൽ വിസ്ഡം. അതിൽ യാതൊരു കഴമ്പുമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം. ഇതൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്. ഡോക്ടേഴ്സ് പോലും പറയുന്നൊരു കാര്യമുണ്ട്, അവർ പോലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അസുഖം ഇല്ലാതെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല. ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളുടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്, എനിക്കറിയാവുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. വരാൻ സാധ്യതയുള്ളത്, ഡോക്ടർ ഇത് എൻ്റെ ഒരു ജനറ്റിക് പ്രീഡിസ്പോഷൻ ടെസ്റ്റ് ചെയ്തതാണ്, അതിനകത്ത് എനിക്ക് ഇന്ന ഡിസീസിൻ്റെ കാണുന്നത്, എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? താനിത് വരാതെ നോക്കുക. അല്ല, എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്.
അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നാമത് അസുഖങ്ങൾ ഉള്ള ആൾക്കാരെ തന്നെ ട്രീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇനി അസുഖം ഉണ്ടാകുമോ എന്ന് ചോദിച്ച ഒരാൾ അവിടെ ചെന്നിട്ട് പ്രിസ്ക്രിപ്ഷനും തലയെടുക്കാൻ പോലും സമയമില്ല ഡോക്ടർ. അത്രയും അതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ഡെഡിക്കേഷൻ വേണ്ടുന്ന ഒരു പ്രൊഫഷൻ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ജോലി. അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടാവുമെന്ന് പറയുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇറങ്ങി പോടും, 10 വർഷം കഴിഞ്ഞ് വന്ന് പറയും. ബേസിക്കായിട്ട് നോക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. ആരോഗ്യം മാത്രമായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ജീവിത വിജയവും ഇതെല്ലാം കൂടെ ഒരൊറ്റ കോമ്പിനേഷൻ നിൽക്കുന്ന സാധനമാണ്. ഇത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ, ആ കൂടിയുള്ള ഒരേ ഒരു ഡേഞ്ചർ ഇവിടെ കാണുന്നത്, പലപ്പോഴും മെഡിക്കൽ പ്രൊഫഷനിലുള്ള പല ആൾക്കാരും അത് അലേർട്ട് ചെയ്യാറുള്ള ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഹെൽത്ത് അഡ്വൈസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറയുന്ന കേട്ട് ഒത്തിരി ആൾക്കാർ അതും ഇതൊക്കെ ചെയ്ത് നോക്കുന്നവരുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് അവർ പറയുന്നത് റിജക്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക്കായിട്ട് ഇപ്പം രഞ്ജിത്ത് തീരുമാനിക്കുകയാണ് ഐ വാണ്ടഡ് ടു ടേക്ക് ചാർജ് ഓഫ് മൈ ഹെൽത്ത് തീരുമാനിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കാൻ ശ്രമിക്കണം, അതിൻ്റെ ഡീപ്പർ ലെവലിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു സപ്ലിമെൻറ്റേഷനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ന് ഗൂഗിളും ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ്, പോസിറ്റീവ് സൈഡ് എന്താണ് മനസ്സിലാക്കുക. നമ്മളാണ് നമ്മുടെ ഉത്തരവാദി എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഓൺട്രപ്രണർ 2.0 എന്ന് പറയുന്ന വെർഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ എല്ലാ ഓൺട്രപ്രണേഴ്സും മസ്റ്റായിട്ടും, പ്രത്യേകിച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുന്ന എല്ലാ ഓൺട്രപ്രണേഴ്സും ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളവർക്ക് വേണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അങ്ങനെയുള്ള അതൊന്നും പോയൊന്നും വരില്ല. അതാണ് ഇങ്ങനെ ബേസിക്കായിട്ട് നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഞാൻ കാണാറുണ്ട്, നമ്മൾ ചില ആൾക്കാർ വളരെ വേഗതയിൽ ബിസിനസ്സിൽ കുതിച്ച് കയറി പോകുന്ന കാണാം, ചില ആൾക്കാർ കിതയ്ക്കുന്ന കാണാം. അതെ, ഈ കുതിച്ച് കയറി പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് അവർ ഈ കിതച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിടുക്ക് കുറവുള്ളതുകൊണ്ടോ കഴിവ് കുറവുള്ളതുകൊണ്ടോ ഒന്നും അല്ലാന്നും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. വേറെ എന്തോ ചില ഫാക്ടർ ഉണ്ട്, അവരെ ഡ്രൈവ് ചെയ്യുന്ന ചില ഫാക്ടർ ഉണ്ട്. ഈ ഫാക്ടറുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേ ബി ഒരു എക്സ് ഫാക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫാക്ടർ. ആ ഫാക്ടർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊന്നുമല്ല, നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉറപ്പായിട്ടും. ഇപ്പം നമ്മൾ ഓർമ്മയുണ്ടോ രഞ്ജിത്ത്, നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേരൂടെ പറയുന്നില്ല, നമ്മുടെ ദുബായിലൊരു ക്ലയൻറ്റ് ഫുട്വെയർ കമ്പനി, അവരുടെ നമ്മൾ ആ കൂടി അവരുടെ ലേബർ ക്യാമ്പിലെ ഡിന്നർ ടൈമിങ്ങും ഡിന്നറിൻ്റെ മെനു മാറ്റിയതോടുകൂടി തന്നെ പ്രൊഡക്ടിവിറ്റി കൂടി. അപ്പം ബേസിക്കലി ചെറിയ ചെറിയ മാറ്റങ്ങൾ മതിയായിരിക്കും വലിയൊരു ഡിഫറൻസ് ഒരാളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയനിൽ ഈ കിതച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും കുതിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പ്രോഗ്രാമിനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ പറയുന്നത് ഒരു പാർട്ട് മാത്രമല്ല, വിഷനെ കുറിച്ച് എക്സ്പെർട്ടൈസ് മാത്രമല്ല നമ്മൾ പറയുന്നത് ആക്ച്വലി ഹൗ യു ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ്, ഹൗ യു ആർ, നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ മനസ്സും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരവസ്ഥയാണ്. അതെ, നമ്മൾ വൈ, വെൻ, വെയർ ആൻഡ് ഹൗ പറയുന്നുണ്ട്. യെസ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു പുതിയ റെവല്യൂഷൻ ഇവിടെ തുടക്കം കുറിക്കും. തീർച്ചയായിട്ടും ഇതൊരു ആരംഭമായിട്ട് നമുക്ക് കണക്കാക്കാം. യെസ്, ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. കുറേ നേരം, എത്ര നേരമായിരുന്നു പോലും അറിയില്ല കറക്റ്റായിട്ട്, ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഈ കോൺവെർസേഷൻ സീരീസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു പുതിയ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരു ബിസിനസ്സും ലൈഫും ഹെൽത്തും എല്ലാം നമ്മൾ അതിനകത്ത് കമ്പൈൻ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അതെ, തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ ഒരു നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവ്, നമ്മളിപ്പോൾ ചെയ്യുന്ന എഫേർട്ട് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുക. ഇത് പോസിബിൾ ആണ്. യു ക്യാൻ ഓൾസോ ലീവ് ലോങ്കർ, ഹെൽത്തിയർ, പ്രൊഡക്റ്റീവ്, കോൺട്രിബ്യൂട്ടിങ് ദ ബെസ്റ്റ് ടു യുവർ സൊസൈറ്റി, യുവർ കമ്പനി, എന്ന് ഉള്ള ഒരു അവയർനെസ്സും കൂടി എത്തിക്കാൻ വേണ്ടിയാണ്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് കാണുന്ന ആൾക്കാർ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിഫ്ലക്ഷനും കൂടെ, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, ചിലപ്പോൾ തോന്നുന്നു ഇവർ പറയുന്നത് മുഴുവൻ ഉളത്തിലാണ്, ഇത് വല്ല കാര്യമില്ലോണ്ട് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലും അതറിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം ഇതിനെ ഒരു ആൾക്കാർക്ക് എന്തുമാത്രം മനസ്സിലാവുന്നുണ്ടെന്നുള്ളതും അതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റുകൾ നമുക്ക് ഈ കോൺവെർസേഷനകത്ത് കൊണ്ടുവരാൻ സാധിക്കും.